പ്രിയമുള്ളവരെ, വാൽമീകത്തിൻ്റെ കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ ആയി വൈപ്പിൻ ദ്വീപിൻ്റെ നിർമ്മാണവും അവിടെ വന്ന രൂപാന്തരങ്ങളും അതുപോലെ തന്നെ മുസ്ലിം പട്ടണത്തിന് വന്ന മാറ്റങ്ങളുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. പുതിയ പുതിയ സ്ഥലങ്ങളുണ്ടായിത്തീർന്നതും സ്ഥലനാമങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊന്നും ആധികാരികമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ചരിത്രരേഖകൾ മറിച്ചുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞു, തൽക്കാലം ഞാൻ എൻ്റെ മേൽവിലാസം പറയുന്നില്ല എങ്കിൽ പോലും പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ 2 ഭാഗങ്ങൾ കഴിയുകയും പലവിധ കാര്യങ്ങൾ പറയുകയും ചെയ്ത അവസരത്തിൽ എൻ്റെ കേൾവിക്കാരിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇത്രയൊക്കെ പറയുന്നതിനുള്ള അനുഭവ സമ്പത്ത് എന്താണ്, ലോകപരിചയം എന്താണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിരിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഭാഗം ഞാൻ എന്നെ തന്നെ സംക്ഷിപ്തമായി പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുകയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു വൈപ്പിൻകരക്കാരനാണ് എന്ന്. പക്ഷെ വൈപ്പിൻകരക്കാരനാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഞാൻ വൈപ്പിൻകരക്കാരനല്ല താനും. ഏതായാലും ജനിച്ചു വളർന്ന അവിടെ ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ പേര് KP കുമാരൻ. വൈപ്പിൻകരയിലെ എടവനക്കാട് ഗ്രാമത്തിൽ കൊല്ലേരിത്തറ പരമു കല്യാണി ദമ്പതിമാരുടെ 2 പേര് യശശരീരാണ്. ദമ്പതിമാരുടെ 7 മക്കളിൽ 4ാമത്തെ ആളാണ് ഞാൻ. മൂത്തത് 3 സഹോദരിമാരും ഇളയവർ 3 സഹോദരന്മാരും. അതാണ് ഞങ്ങളുടെ കുടുംബം. അതിനുശേഷം ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടമാണല്ലോ ആദ്യം പറയേണ്ടത്. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് 1947 ഒരു രംഗമാണ്. അന്ന് ഞാൻ 2ാം ക്ലാസ്സിലാണ്. SP സഭാ സ്കൂളിൽ പഠിക്കുന്നു. സ്വാതന്ത്ര്യം എന്താണെന്നോ ഒന്നും അന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, അന്ന് റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ നിന്നെല്ലാം തന്നെ മിഠായികളും കേക്കും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. അന്ന് ക്ലാസ്സും ഇല്ല. അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളില്ല, മിഠായികളാണ് ഇഷ്ടം പോലെ. അങ്ങനെ അതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ നിൽക്കുന്നത്. അതോടൊപ്പം അന്ന് വരെ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആ ബാച്ച് വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി. 5ാം ക്ലാസ് 2 എണ്ണമായി. പ്രൈമറി സ്കൂളിൽ മലയാളം 5 എന്ന് പറയുന്ന 5ാം ക്ലാസ് വരെ പഠിക്കണം. അത് കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് 5 എന്ന് പറയുന്ന ക്ലാസ്സാണ്. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ 2 കൊല്ലം പഠിക്കേണ്ട ഒരവസ്ഥാവിശേഷം അന്നുണ്ടായിരുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ പിന്നീട് തുടർന്ന് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു ബാച്ചാണ് ഞങ്ങളുടേത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത്. ഏതായാലും SP സഭാ സ്കൂള്, എടവനക്കാട് ഹൈസ്കൂള്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലായിട്ട് ഏതാണ്ട് 23 വയസ്സ് വരെ വിദ്യാഭ്യാസ കാലഘട്ടം നീണ്ടുപോവുകയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ ഇതര കാര്യങ്ങളിൽ കൂടി ഞാൻ ശ്രദ്ധയിലെത്തിയിരുന്നു. വിദ്യാഭ്യാസ ഇതര കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന നിത്യേന കാര്യങ്ങളിലൊക്കെ ചെറിയ തോതിലെങ്കിലും ഇടപെടുക എന്നുള്ള സ്വഭാവവിശേഷം അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്രകാരം വായനശാലയുടെ സെക്രട്ടറിയായി, ഡേ സ്കോളേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി, ഭാരത് സേവ സമാജിൻ്റെ സെക്രട്ടറിയായി, ഡേ സ്കോളേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി, വൈപ്പിൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി, സേവ് ഇന്ത്യ സൊസൈറ്റിയുടെ സെക്രട്ടറിയായി, കയ്യെഴുത്ത് മാഗസിൻ്റെ എഡിറ്ററായി, അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനേകം കാര്യങ്ങൾ
നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് കോളേജിലേക്ക് ചെല്ലുന്നത്. കോളേജിൽ ചെല്ലുമ്പോൾ ഇതിനേക്കാളേറെ സവിശേഷമായൊരു വസ്തുത അവിടെ നടക്കുന്നു. അന്ന് വരെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് 2 കൊല്ലമാണ്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ 2 കൊല്ലം ഡിഗ്രിയും. പക്ഷേ ഞങ്ങളുടെ ബാച്ച് എത്തിയപ്പോഴത്തേക്കും ഇൻ്റർമീഡിയറ്റ് എന്നുള്ളത് നിർത്തലാക്കി. പകരം പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സ് അവിടെ ആരംഭിക്കുകയാണ്. എന്താണ് അതിൻ്റെ സിലബസ് എന്നോ, എന്താണ് പഠിക്കേണ്ടതെന്നോ, എന്താണ് പഠിപ്പിക്കേണ്ടതെന്നോ ആർക്കും ഒരു പിടിപാടുമില്ല. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റിൽ പഠിച്ചിരുന്ന ആ 2 കൊല്ലത്തെ ക്ലാസ് 1 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട ഒരു ഗതികേടും ആ ബാച്ചിനുണ്ടായി. അതുകൊണ്ട് തന്നെ അന്നത്തെ വിജയ ശതമാനം നോക്കിയാൽ 42% പ്രീ യൂണിവേഴ്സിറ്റിക്ക് അന്ന് വിജയ ശതമാനം ഉണ്ടായിരുന്നത്. കാരണം ആർക്കും ഒരു പിടിപാടില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത കൊല്ലവും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. 2 കൊല്ലം ഡിഗ്രി ആയിരുന്നു 3 കൊല്ലത്തേക്കാക്കി. അപ്പോൾ ഈ ആദ്യത്തെ കൊല്ലം എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അറിയാത്ത ഒരവസ്ഥാവിശേഷം, ഒരു പരീക്ഷണമാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ഇത് പറയുമ്പോൾ അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, BSc പഠിക്കുമ്പോൾ, അന്ന് കോളേജിൽ സഹപാഠികളല്ല, പക്ഷേ ആ കോളേജിൽ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 പേരുടെ പേര് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രീ AK ആൻ്റണി, അദ്ദേഹം ഇക്കണോമിക്സ് ആയിരുന്നു, BA ഇക്കണോമിക്സിനായിരുന്നു. അതുപോലെ തന്നെ വയലാർ രവിയും ഇക്കണോമിക്സ് ആയിരുന്നു. ഞാനിത് പറയാൻ കാരണം അവർ 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്നെ അവർക്ക് അറിയില്ലെങ്കിൽ പോലും അവരൊക്കെ വളർന്ന് വൻ വടവൃക്ഷങ്ങളായി കഴിഞ്ഞുവെങ്കിലും കേവലം ഒരു പുൽനാമ്പായ ഞാൻ എല്ലാ ആശംസകളുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവേ കോളേജ് ജീവിതത്തെക്കുറിച്ച് പറയുവാൻ എല്ലാവരും വാചാലന്മാരായി തീരാറുണ്ട്. പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജിലെ ആളുകൾ. അതിൻ്റെ കാരണങ്ങളൊക്കെ പിന്നീട് പറയാം. ഏതായാലും ആ 23 കൊല്ലക്കാലം അങ്ങനെ അങ്ങനെ കഴിഞ്ഞുപോയി. ഇന്ന് ജീവിതത്തെ അപഗ്രഥിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നതാണ് തെറ്റായ തീരുമാനങ്ങളുടെ ഒരു ഘോഷയാത്രയല്ലേ എൻ്റെ ജീവിതം എന്ന് ഞാൻ സ്വയം വിലയിരുത്തുകയാണ്. കാരണം സാമ്പത്തിക ശേഷി കുറഞ്ഞ വീടുകളിൽ നിന്ന് അന്ന് ആരും തന്നെ കോളേജിൽ പോകാറുണ്ടായിരുന്നില്ല. കാരണം അന്ന് കേവലം 1 പവൻ സ്വർണത്തിന് 72 രൂപ ഉണ്ടായിരുന്നപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റിക്ക് 16 രൂപ മാസം ഫീസ് കൊടുക്കണമായിരുന്നു. എങ്ങനെ സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾക്ക് അത് സാധിക്കും? ഏതായാലും അത്യാഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ കൊണ്ടായിരിക്കാം ഞാനത് കോളേജ് പഠനം സ്വീകരിക്കുകയാണ് ചെയ്തത്. അന്നത്തെ സാധാരണഗതിയിൽ SLC കഴിഞ്ഞാൽ ITI പോവുകയോ 1 കൊല്ലം ITI പോവുകയോ, ഇനി മാക്സിമം വന്നാൽ പോളിടെക്നിക്കിൽ പോയി ഡിപ്ലോമ എടുക്കുകയാണ് പതിവ്. അപ്പോൾ ഒരു ജോലിയും പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനങ്ങളുണ്ടായിരിക്കാം ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും ഒരു ജോലി കിട്ടാത്തൊരവസ്ഥാവിശേഷം. പലയിടത്തും കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നത്, പക്ഷേ ജോലി കിട്ടുന്നില്ല. പക്ഷേ വീടിൻ്റെ അന്നത്തെ അവസ്ഥ അനുസരിച്ച് ജോലി അത്യാവശ്യമാണ് പോലും. അതുകൊണ്ട് എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് NCCയുടെ പരിചയമുള്ളതുകൊണ്ട്, NCC കാഡറ്റായിരുന്നു കോളേജിൽ എന്നുള്ളതുകൊണ്ട് ആ പരിചയം വെച്ചുകൊണ്ട് പട്ടാളത്തിൽ ചേരാൻ ഞാൻ തീരുമാനമെടുക്കുകയും ചെന്ന അന്ന് തന്നെ സെലക്റ്റാകുകയും സെക്കൻഡറാബാദിലേക്ക് പോസ്റ്റിംഗ് തരികയും ചെയ്തു. അങ്ങനെ 10 കൊല്ലക്കാലം ഒരു പട്ടാളക്കാരനായി, സൈനികനായി ഞാൻ സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കാതെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, 1962 നമുക്കറിയാം ചൈന ഇന്ത്യയുടെ മേൽ കടന്നു കയറുകയും ഇന്ത്യ സൈന്യങ്ങളടക്കം പിന്തിരിഞ്ഞോടുന്ന കാഴ്ച അന്നത്തെ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ വേദനയോട് കേട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ്, ആ കാലഘട്ടം കഴിഞ്ഞ് 1965 പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ വളരെ ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യ പൂർണ്ണമായി 1965 യുദ്ധത്തിൽ
വിജയിക്കുകയും ചെയ്തു. ഞാനന്ന് സിയാൽകോട്ട് സെക്ടറിൽ, ജമ്മുവിലെ സിയാൽകോട്ട് സെക്ടറിൽ സൈനികനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ ലോകത്ത് തന്നെ പുതുതായിട്ട് സംഭവിച്ച ഒരു കാര്യം, ബംഗ്ലാദേശ് ഉണ്ടാകുന്ന ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ 1,00,000 പട്ടാളക്കാരെ കൈദികളാക്കി അല്ലെങ്കിൽ തടവുകാരാക്കി പിടിച്ചുകൊണ്ട് ഇന്ത്യ 1971 യുദ്ധവിജയം ആഘോഷിച്ചു. അത് രണ്ടാമത്തെ കാര്യമാണ്. മറ്റൊന്ന്, 1971 തന്നെ പള്ളുരുത്തിയിലെ പുളിക്കപ്പറമ്പ് ശ്രീ രാമകൃഷ്ണൻ്റെയും ഭാനുമതിയുടെയും 4 മക്കളിൽ മൂത്ത മകളായ സുകന്യ എൻ്റെ സഹധർമ്മിണിയായി തീരുകയും ചെയ്തു എന്നുള്ള ആ കാര്യം കൂടി ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ 33 വയസ്സായി, യുദ്ധം അവസാനിച്ചു. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പോകാം എന്ന് നാട്ടിലേക്ക് പോകാം എന്നൊരു അറിയിപ്പ് വന്നപ്പോൾ ഏതായാലും വീണ്ടും ഒരു തെറ്റായ തീരുമാനം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയുകയാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, തെറ്റായ തീരുമാനങ്ങൾ ഒരു ഘോഷയാത്രയാണ് എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അധികവും എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഏതായാലും പോരാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ വന്നാൽ എന്ത് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ജോലി പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ വരവേൽപ്പ് സിനിമ നിങ്ങളൊക്കെ കണ്ടു കാണും. അതിൽ ശ്രീ മോഹൻലാൽ ഒരു ബസ് എടുക്കുന്ന പോലെ തന്നെ ഞാനും ഒരു പഴഞ്ചും ബസ്സെടുത്തു. അന്ന് ആ സിനിമയെ കാണുന്ന രംഗങ്ങളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയുണ്ടായി. പഴയ ബസ്സാണ്, വിനാശകാല വിപരീത ബുദ്ധിയാണ്. എങ്കിലും അതിലെ കിളിയായിട്ടും കണ്ടക്ടറായിട്ടും മുതലാളിയായിട്ടുമൊക്കെ വിരാജിച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും, കഷ്ടി ഒരു കൊല്ലമായിട്ടുണ്ടാകും, തുടരെ 2 ആക്സിഡൻ്റ് അങ്ങനെ സംഭവിച്ചു. ആ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും ഭാര്യയുടെ കൈവശം ഉണ്ടായിരുന്ന സകല സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത, ജോലിയുമില്ല, പണവുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് പോവുകയുണ്ടായി. എന്നാലും ജീവിക്കണമല്ലോ. അതുകൊണ്ട് മറ്റ് രംഗങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. ആ രംഗങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് എടവനക്കാട് ഹൈസ്കൂളിലെ എൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു, എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു ശ്രീ കേശവമേനോനും മറ്റുമൊക്കെ ചേർന്ന്, അന്ന് ഇന്നത്തെ പാരലൽ കോളേജ് എന്നല്ല എന്ന് പറയുന്നത്, അന്ന് ട്യൂട്ടോറിയൽ കോളേജ് എന്നാണ് പറയുന്നത്, ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിക്കുകയും അവിടെ സയൻസ് ക്ലാസ് എടുക്കുന്നതിന് എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്ന് മാർച്ചിലും സെപ്റ്റംബറിലും 2 പരീക്ഷകൾ SSLCക്ക് നടക്കുമായിരുന്നു. അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ആയിട്ടില്ല. SSLC ആണ് പ്രധാന വിഷയം. അങ്ങനെ ആ 2 ബാച്ചിന് ക്ലാസ് എടുക്കേണ്ട ഒരവസ്ഥാവിശേഷം എനിക്ക് വന്നു. ക്ലാസ് എടുത്തു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് സാമ്പത്തികമായ വരുമാനം ഇല്ല. അപ്പോൾ വീടിൻ്റെ അവസ്ഥയും വീട്ടുകാരുടെ അവസ്ഥ കൂടി നമ്മൾ എൻ്റെ മനസ്സിലിപ്പോൾ വരികയാണ്. അത്താണിയിൽ, അതായത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ അത്താണിയിൽ തോഷിബാനന്ദൻ എന്ന സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരിയാണ് ഭാര്യ. കേവലം ഒരു കട്ടിൽ വരെ മാത്രം ഇടാൻ പറ്റുന്ന അത്രയും ചെറിയ ഒരു മുറിയിൽ 2 കുട്ടികളുമായി ഭാര്യ കഴിയുന്നു. ഞാനാണെങ്കിൽ യാതൊരു ജോലിയുമില്ലാതെ തേരാപ്പാര ഇടമക്കാട് നടക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞല്ലോ, തെറ്റായ തീരുമാനമാണല്ലോ എടുത്തു പോയത് എന്നുള്ള ദുഃഖത്തോടുകൂടി തന്നെ വീണ്ടും അഭിമുഖത്തിന് തയ്യാറാകുകയും അങ്ങനെ ആദ്യമായിട്ട് കേരള സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൽ സെക്യൂരിറ്റി ഗാർഡ്, എക്സ് സർവീസുകാരനായതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി കിട്ടുകയാണ്. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ്, 90 ദിവസത്തേക്കാണ്. ഏതായാലും കിട്ടിയതല്ലേ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സെക്യൂരിറ്റിക്കാരനായി ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 90 ദിവസം, 89 ദിവസമേ പാടുള്ളൂ, 90 ദിവസം തേക്കാൻ പാടുന്നതൊക്കെയാണ് അന്നത്തെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോഴത്തേക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ടെസ്റ്റ് എഴുതിയിരുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിര നിയമനം വന്നു. അങ്ങനെ
എക്സൈസ് എൻ്റെ സ്പെഷ്യൽ സ്ക്വാഡിൽ ഞാൻ എക്സൈസ് ഗാർഡായിട്ട് ജോലി ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴും ഞാൻ ടെസ്റ്റുകളൊന്നും എഴുതലൊന്നും നിർത്തിയിരുന്നില്ല. വിമുക്ത പഠനം എന്ന നിലയിൽ പ്രായത്തിന് ഇളവുള്ളതുകൊണ്ട് ഏത് ടെസ്റ്റും എഴുതാൻ പറ്റുമായിരുന്നു. പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അത് പറയുമ്പോഴാണ് 19/7/1969 ഇന്ത്യയിലെ 27 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. അതോടൊപ്പം പ്രീവി ബേഴ്സിൻ്റെയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളാണ്, ഞാൻ വിടുകയാണ്. അതുകൊണ്ട് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടപ്പോൾ പൊതുവിഭാഗത്തിനുണ്ടായൊരു പ്രയോജനം ബാങ്ക് മുതലാളിമാരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രം ജോലിയുണ്ടായിരുന്ന ആ സ്ഥാനത്ത് BSRB എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വരികയും ബാങ്കിൽ പ്രവേശിക്കുന്നതിന് ടെസ്റ്റ് വരികയും ടെസ്റ്റിൽ മറ്റേ ഇന്നത്തെ എല്ലാ പ്രൊസീജിയറും വരികയും ചെയ്തപ്പോൾ ആ ടെസ്റ്റിൽ ഞാൻ പാസ്സായി. അങ്ങനെ എക്സൈസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ബാങ്കിൽ കയറുകയാണ്. അപ്പോൾ 3 കൊല്ലം അങ്ങനെയും കഴിഞ്ഞു പോയി. പിന്നെ 25 കൊല്ലക്കാലം കാനറ ബാങ്കിൽ ക്ലർക്കായും സ്പെഷ്യൽ അസിസ്റ്റൻ്റായിട്ടും ഞാൻ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. റിട്ടയർ ചെയ്തിട്ട് 24 കൊല്ലം കഴിഞ്ഞു എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ തന്നെ കേവലം ഒരു ബാങ്കിലെ ക്ലർക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പ്രവർത്തിച്ചിരുന്നത്. മറിച്ച് അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനം SRP അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ വിങ്ങിൻ്റെ നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ട്രേഡ് യൂണിയൻ വിങ്ങിൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ചു. പാർട്ടി പ്രവർത്തനം നടത്തി. ജില്ലാ സെക്രട്ടറി അയക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് സ്റ്റാൻഡേർഡ് പോട്ടറി വേഴ്സിൻ്റെ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി ആകുന്നതും നായരമ്പലം തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി ആകുന്നതും താന്നിപ്പാടം ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി ആകുന്നതും ഒക്കെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അന്ന് ശ്രീ P. ഗംഗാധരനാണ് SRPയുടെ ജനറൽ സെക്രട്ടറി. P. ഗംഗാധരൻ ഇറക്കിയിരുന്ന പത്രാധിപത്യത്തിൽ ഇറക്കിയിരുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആ വാരികയിൽ ഞാൻ എല്ലാ ആഴ്ചയും എഴുതുമായിരുന്നു. ഒരുപക്ഷെ ആരുടെയെങ്കിലുമൊക്കെ കൈവശം ഉണ്ടാകുമായിരിക്കാം അത്. അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനം നടക്കുന്ന അവസരത്തിലാണ് ഞാൻ SNDP യോഗത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നതും. അതിനൊരു കാരണം എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് വിശേഷനായ ശ്രീ PT ഭാസ്കരൻ, അദ്ദേഹം ഒന്ന് പറവൂർ SNDP താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അപ്പോൾ ഞാൻ ഇന്ന് താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. ആ നെടുമ്പാശ്ശേരി ഭാഗത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ മേക്കാട് ശാഖ, അവിടെ ഒരു SNDP ശാഖ ഉണ്ടായിരുന്നു. ആ ശാഖയുടെ സെക്രട്ടറിയായി. അത്താണിയിലൊരു പുതിയ ശാഖ ഉണ്ടായപ്പോൾ ആ ശാഖയുടെ സെക്രട്ടറിയായി. കൂടാതെ ആലുവ താലൂക്ക് ഉണ്ടായപ്പോൾ ആലുവ താലൂക്ക് യൂണിയൻ്റെയും പറവൂർ താലൂക്കായിരുന്നപ്പോൾ പറവൂർ താലൂക്ക് യൂണിയൻ്റെയും സെക്രട്ടറി ആയിട്ടും ഞാൻ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഡയറക്ടർ ബോർഡ് മെമ്പറായും SN ട്രസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഡയറക്ടർ ബോർഡ് അംഗമായിട്ടും ഞാൻ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അത് കഴിഞ്ഞാൽ പിന്നീട് നാട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നാട്ടിലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമായിരുന്നു. അതുകൊണ്ടാണ് തിരുത്തിശ്ശേരി ഗവൺമെൻറ് LPSൻ്റെ PTAയുടെ പ്രസിഡൻ്റായി അന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിൻ്റെ, ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് ഹൈസ്കൂളാണ്, ആ ഹൈസ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതുപോലെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവനം ചെയ്യാൻ പറ്റുന്ന ആ മേഖലകളിലൊക്കെ ഞാൻ കൂടി പ്രവർത്തിക്കുമായിരുന്നു. വൈസ്മെൻസ് ക്ലബ്ബായാലും അതുപോലെ മറ്റ് ആർട്സ് ക്ലബ്ബായാലും ഒക്കെ ആ പരിശീലനത്തിൻ്റെ ഭാഗം ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞാനിത് വളരെ
സംക്ഷിപ്തമായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ ഇനി ഓരോ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു വരുമ്പോൾ സാന്ദർഭികമായ ആവശ്യമാണെങ്കിൽ ഓരോ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യാം. കേരളീയർക്ക് തനതായി 2 ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഓണവും മറ്റൊന്ന് വിഷുവും. രണ്ടിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഓണമാകുമ്പോൾ എല്ലാ ചെടികളും മരങ്ങളും പൂക്കുന്നു, തളിർക്കുന്നു. പക്ഷേ വിഷുവിനാകുമ്പോൾ മാർച്ച് പകുതി കഴിയുമ്പോഴത്തേക്കും ഒറ്റ മരം മാത്രം പൂക്കുന്നു, കണിക്കൊന്ന മാത്രം. അതൊരു പ്രത്യേകതയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയും ശ്രദ്ധിക്കുക. ആ കണിക്കൊന്ന ആ പ്രത്യേക മാസത്തിൽ മാത്രം ഉണ്ടാകുന്നത് മറ്റ് മരങ്ങൾ പൂക്കുമ്പോൾ കണിക്കൊന്ന പൂക്കുകയുമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത് നാളെ ഏപ്രിൽ 14 വിഷുവാണ്. ആ വിഷുവിന് പ്രധാനപ്പെട്ട ഉദ്ദേശം കാർഷിക ജോലികൾ ആരംഭിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കേരളീയർ അത് ആചരിച്ചു തുടങ്ങിയത്. അങ്ങനെ വയലേലകൾ സജ്ജമാക്കുന്ന വളവും ചാരവും മറ്റുമൊക്കെ സജ്ജീകരിക്കുന്ന അല്ലെങ്കിൽ ചേർക്കുന്ന ആ സമയമാണ് ഇതിനുവേണ്ടി മാർച്ച് 15 മുതൽ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാകാറുണ്ട്. ആ മഴ ഉണ്ടാകുമ്പോൾ അത് ഉഴുതു മറിച്ച് 10-ാം ഉദയത്തിന് വിത്തിടണം എന്നായിരുന്നു അന്നത്തെ നിശ്ചയം. അപ്പോൾ ഞാൻ വിഷുവിനെക്കുറിച്ചാണ് പറഞ്ഞത്. വിഷുവിൻ്റെ പ്രധാന ഒരു കാര്യം വിഷുക്കണിയാണ്. ആ വിഷുക്കണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിന് ആധാരശിലകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ കണി തട്ടിൽ ഉണ്ടായിരിക്കും. ഭഗവാന്റെ രൂപം ഉണ്ടായിരിക്കും, സ്വർണ്ണമാലയുണ്ടായിരിക്കും, ഫലമൂലാദികളുണ്ടായിരിക്കും, സസ്യലതാദികളുണ്ടായിരിക്കും, പുസ്തകമുണ്ടായിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ ആ കണിത്തട്ട് ഒരുക്കുന്നത് പറയാതെ ആശംസിക്കുന്ന ഒരാശംസയാണ്. കാരണം വീട്ടിൽ ചെന്നിട്ട് ആരും ആശംസകളൊന്നും പറയാറില്ല. കണി കൊണ്ടുവന്ന് വയ്ക്കും. കൊട്ടോ പാട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരെ ഉണർത്തുന്നതിന് വേണ്ടി അത് ചെയ്യും. അത് കഴിഞ്ഞാൽ വീട്ടുകാർ വന്ന് വാതിൽ തുറന്ന് കണി കണ്ട് സ്വീകരിക്കുന്നു. പൈസ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുകയും ചെയ്ത് സാധാരണ അതുപോലെ. പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കണി കാണിക്കുന്ന തട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ തട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങളും, അതായത് സ്വർണമായാലും ഫലമൂലാദികളായാലും സസ്യലതാദികളായാലും ഒക്കെ സ്വായത്തമായിട്ടുണ്ടാകട്ടെ എന്നുള്ള ആശംസയാണ് കണി കാണിക്കുന്നതിൽ കൂടി കാണുന്നത്. അപ്പോൾ ആ ആശംസകളൊക്കെ സ്വന്തമായി തീരട്ടെ. ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഐശ്വര്യങ്ങളെല്ലാം മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.